ഹലോ ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇത് നമ്മുടെ അച്ചുട്ടിയുടെ 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വരുന്ന അന്നത്തെ ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. ഒരുപാട് ടെൻഷനോട് കൂടിയിട്ടുള്ളൊരു തുടക്കമായിരുന്നു അന്നത്തെ ദിവസം കേട്ടോ. കാരണം 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതൊരു ഭയങ്കര ഒരു ഫീലാണല്ലോ. അത് നമ്മുടെ മക്കളും കൂടി ആ ഒരു റിസൾട്ടിലുണ്ടല്ലോ എന്നറിയുമ്പോൾ നമുക്ക് ആ നെഞ്ചിടിപ്പ് ഇത്തിരി കൂടെ കൂടുമല്ലേ. ഇത്രയും ദിവസം അച്ചുവിന് വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഇന്നലെ തലേദിവസം മുതലാണ് അവന് ടെൻഷൻ കയറിയത്. ഇനി നാളെ റിസൾട്ട് അറിയുകയാണല്ലോ, അപ്പോൾ എന്താണെന്നുള്ളൊരു ടെൻഷൻ അവനുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നമുക്ക് നല്ലത് പ്രതീക്ഷിക്കാം എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഞാൻ നമ്മുടെ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട്. പിന്നെ ഇന്നലെ മോള് വന്നിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഇനി കുറച്ച് ദിവസം ലീവാണ്, വെക്കേഷനാണ്. എന്നാൽ പിന്നെ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാം എന്നുള്ള ഒരു പ്ലാനിങ് ആയിരുന്നു കേട്ടോ രാവിലെ തന്നെ. അച്ചുട്ടിയുടെ ഒരു റിസൾട്ട് വരുന്നൊരു ദിവസം കൂടിയാണല്ലോ. വൈകിട്ട് 3 മണിക്കാണ് റിസൾട്ട് വരിക എന്ന് അറിഞ്ഞു. പക്ഷേ ഞാനിവിടെ ഉണ്ടാവില്ല, ആ സമയത്തൊന്നും നമ്മൾ ഡ്യൂട്ടിയിലാവും. എന്നാൽ പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോകാമല്ലോ എന്ന് കരുതി ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. പിന്നെ ചിക്കനൊന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു. ഇനി നെയ്ച്ചോറായിട്ട് വേണം ചിക്കൻ പോയിട്ട് വാങ്ങിക്കണം. നമ്മുടെ ഇവിടെ അടുത്ത ഷോപ്പിൽ തന്നെ ഉണ്ട്, അവിടെ പോയി വാങ്ങിച്ച് കൊടുന്നാൽ പിന്നെ മോള് കറിയൊക്കെ വെച്ചോളും. സത്യത്തിൽ ഇന്ന് എനിക്ക് ലീവ് എടുത്തിട്ട് വീട്ടിലിരിക്കണം എന്നാണ് ആഗ്രഹം കേട്ടോ. കാരണം നമ്മുടെ മക്കളുടെ റിസൾട്ട് അറിയുന്ന സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടാവണമെന്ന് ഏതൊരു അമ്മയും ആഗ്രഹിക്കുമല്ലോ. പക്ഷേ ലീവ് കിട്ടാത്ത കാരണം കൊണ്ട് നിവൃത്തിയൊന്നുമില്ല, പോയേ പറ്റുള്ളൂ. റിസൾട്ട് വരാനായി തുടങ്ങിയപ്പോഴേ ഞാൻ അച്ഛൻ്റെ അടുത്ത് അവനോട് ഭീഷണിപ്പെടുത്തൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ പ്രതീക്ഷിക്കുന്ന മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ ഞാൻ പറയാറുണ്ട് കേട്ടോ. എന്തെങ്കിലും കൂടിയിട്ട് അവന് എത്ര മാർക്കാണോ അവന് സ്കോർ ചെയ്യാൻ പറ്റുക എന്നുണ്ടെങ്കിൽ അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. അവനെ പറ്റി പറയുകയാണെങ്കിലേ വലിയൊരു പഠിപ്പിസ്റ്റ് അല്ലെങ്കിലും അത്യാവശ്യം നന്നായിട്ട് പഠിച്ചു പോകുന്ന ഒരു ആളാണ് കേട്ടോ. പിന്നെ പൊതുവെ മറ്റുള്ള കുട്ടികളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അച്ചു ഭയങ്കര സൈലൻ്റാണ്. ടീച്ചേഴ്സിനൊക്കെ അവനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവൻ ഒരു കച്ചറയിലേക്കും ഒന്നും പോവാത്തൊരു മൈൻഡ് സെറ്റാണ് അവന്. എന്തൊക്കെയാണെങ്കിലും ഇന്ന് ഞാൻ എണിച്ചപ്പോൾ തന്നെ അവനും എണിച്ചിട്ടുണ്ട് കേട്ടോ. ടെൻഷൻ കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്, നേരത്തൊക്കെ എണിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് കറി ഉണ്ടാക്കാനുള്ള മൂടൊന്നും ഇല്ലായിരുന്നു ചായക്ക്. അപ്പോൾ ഞാൻ അട പുഴുങ്ങാന്ന് വിചാരിച്ചിട്ട് അടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മുടെ റിസൾട്ടൊക്കെ അറിഞ്ഞു. ഞാൻ ഷോപ്പിൽ നിന്നാണ് അറിഞ്ഞത്. അപ്പോൾ എനിക്ക് വീഡിയോ കോളൊക്കെ വിളിച്ചിട്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ A+ഉം Aയും B+ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എങ്കിലും എനിക്ക് സന്തോഷമാണ്. അങ്ങനെ പിന്നെ വൈകിട്ട് ഞാൻ കേക്കൊക്കെ വാങ്ങിച്ചു കൊടുന്നു. പിന്നെ ഒരു ഡ്രസ്സൊക്കെ എടുത്തു. പിന്നെ അവനൊരു ഗോൾഡ് സർപ്രൈസ് ഗിഫ്റ്റായിട്ട് കൊടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഷോപ്പിൽ നിന്ന് ഇറങ്ങി നമ്മുടെ എരമംഗലത്ത് എത്തുമ്പോഴേക്കും ജ്വല്ലറിയൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ പിറ്റേ ദിവസം അത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് തൽക്കാലം നമുക്കൊന്ന് സന്തോഷം ആഘോഷിക്കണമല്ലോ. അപ്പോൾ കേക്കും അവന് നല്ലൊരു ഡ്രസ്സൊക്കെ എടുത്തു. എന്നിട്ട് വന്നിട്ട് നമ്മൾ കേക്ക് മുറിക്കട്ടെ. അപ്പോൾ ഞാൻ ഷോപ്പിൽ നിന്ന് എത്താൻ തന്നെ വൈകിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഷോപ്പിലൊക്കെ കയറി ഡ്രസ്സൊക്കെ എടുക്കലും കേക്ക് വാങ്ങിക്കലും എല്ലാം കഴിഞ്ഞിട്ടാണ് വീട്ടിലെത്തുന്നത്. അപ്പോഴേക്കും 7:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കറിയാം എൻ്റെ എന്നെ കാത്തിരിക്കുകയാവും, എന്നെ നേരിട്ടിട്ട് ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട് എന്ന് എനിക്ക് നന്നായിട്ടറിയാം. പറഞ്ഞ പോലെ തന്നെ ഞാൻ വരുമ്പോൾ ആൾ മേലെഴുകലൊക്കെ കഴിഞ്ഞിട്ട് എന്നെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഉമ്മറത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അവൻ്റെ എല്ലാ കാര്യങ്ങളും ആദ്യം ഷെയർ ചെയ്യുന്നത് എന്നോട് തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മളും മക്കളുടെ അടുത്ത് അങ്ങനെ തന്നെയാണ് പെരുമാറിയിട്ടുള്ളത്. അത്യാവശ്യം കാര്യങ്ങൾക്കൊക്കെ ചൂടാവും, ദേഷ്യം പിടിക്കുകയും എല്ലാം ചെയ്യും എന്നുണ്ടെങ്കിലും നമുക്ക് സാധിക്കാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ മക്കൾക്ക് സാധിപ്പിച്ച് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. ചിലപ്പോൾ ചിലർക്കെങ്കിലും തോന്നും എൻ്റെ സ്റ്റാറ്റസും വീഡിയോസൊക്കെ കാണുമ്പോൾ ഇതൊക്കെ എന്ത് ആർഭാടാണ് എന്നൊക്കെ തോന്നും കേട്ടോ. പക്ഷേ നമുക്കൊക്കെ എത്ര ചെറിയൊരു ജീവിതമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതിൻ്റെ ഇടയിൽ നമ്മൾ ജീവിക്കുമ്പോൾ പരമാവധി നമ്മുടെ സന്തോഷങ്ങളൊക്കെ നമുക്ക് ആസ്വദിക്കാൻ കഴിയണം. നമ്മൾ പോകുമ്പോൾ ഒന്നും തിരിച്ചു കൊണ്ടുപോകുന്നില്ലല്ലോ, എല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ടല്ലേ പോവുക. അപ്പോൾ നമ്മൾ ഉള്ള കാലം നമ്മൾ അത്യാവശ്യം നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ സന്തോഷിക്കാൻ ശ്രമിക്കണം. ഞാനങ്ങനെ ചിന്തിക്കാറ് കേട്ടോ. അല്ലാതെ കുറേ സ്വത്തും സമ്പാദ്യമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എന്ത് കാര്യമാണ്, അത് നമുക്ക് ആസ്വദിക്കാനും കൂടി കഴിയണ്ടേ. അങ്ങനെ നമ്മുടെ അച്ചുട്ടിയുടെ റിസൾട്ട് വന്നു. നമ്മൾ കേക്കൊക്കെ ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ കട്ട് ചെയ്തു. ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മുടെ മക്കളൊക്കെ ഒരുപാട് വലുതായി. ഞാൻ ഓർക്കുമായിരുന്നേ, അവനെ ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പോരുമ്പോൾ അവന് ഭയങ്കര വിഷമമാണ്. അപ്പോൾ അവൻ കരയുമായിരുന്നു കേട്ടോ എൻ്റെ കൂടെ തന്നെ തിരിച്ചു വരാനൊക്കെ. ഇപ്പോൾ അവൻ 10ാം ക്ലാസ്സും കഴിഞ്ഞു, വലിയൊരാളായി എന്ന് ഓർക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷം. അങ്ങനെ അന്നത്തെ നമ്മുടെ സന്തോഷങ്ങളൊക്കെ അവസാനിച്ചു കേട്ടോ. പിറ്റേ ദിവസം ഞാൻ ഇത് പറഞ്ഞ പോലെ ഡ്യൂട്ടി കഴിഞ്ഞ് വൈകുന്നേരം നമ്മൾ ജ്വല്ലറിയിൽ പോയി അച്ചുട്ടിക്കൊരു
കൈ ചെയിനൊക്കെ എടുത്തു കേട്ടോ. അവൻ്റെ ഒരു കൈ ചെയിൻ ഉണ്ടായിരുന്നു, അത് കുറേ മുന്നുള്ളതായിരുന്നേ, ചെറിയൊരു കൈ ചെയിനായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവന് സർപ്രൈസായിട്ട് ഒരു കൈ ചെയിനൊക്കെ ഗിഫ്റ്റ് ചെയ്തു. അവനൊട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു കേട്ടോ കൈ ചെയിനൊക്കെ എടുക്കുമെന്ന്. നമ്മൾ നമ്മുടെ മക്കൾക്ക് എന്ത് ഗിഫ്റ്റ് കൊടുത്താലും അവരുടെ മുഖത്തെ ആ ഒരു സന്തോഷം കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് അല്ലേ. ഓരോ അച്ഛനമ്മമാരുടെ സന്തോഷത്തിന് വേണ്ടിയല്ലേ ഓരോ മക്കളും ജന്മമെടുക്കുന്നത്. അപ്പോൾ നമ്മൾ അവരുടെ കൂടെ നമ്മളുണ്ടാവണം, അപ്പോൾ നമ്മുടെ കൂടെ അവരും ഉണ്ടാവും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു കേട്ടോ. ഇതെല്ലാം ചെയ്യുന്നത് നമ്മൾ അവരിൽ നിന്നും നാളെ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല. ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ സന്തോഷങ്ങൾ കേട്ടോ. അല്ലാതെ വല്ലാതെ ആർഭാടമായിട്ടുള്ള ജീവിതവും കാര്യങ്ങളൊന്നും നമുക്കില്ല. നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പരമാവധി ആസ്വദിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അന്നത്തെ സന്തോഷങ്ങളും വിശേഷങ്ങളൊക്കെ ഇത്രയായിരുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്